2 ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാം ശരിയാക്കി. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് ഞാനും അജു ഇന്ത്യയിലേക്ക് പോകുന്നു. ഇവിടെ എല്ലാവരോടും സർപ്രൈസ് ആണ്, പോയി വന്നിട്ട് പറയാം എന്നാ പറഞ്ഞിരിക്കുന്നത്. എയർപോർട്ടിൽ പോലും കൊണ്ടുവിടാൻ വരണ്ട എന്നും പറഞ്ഞു. എന്തേലും സംശയം തോന്നി പിന്നെ തീർന്നു. അജു, ഐ എം സോ എക്സൈറ്റഡ്. എന്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയൂ ഇപ്പൊ നടക്കാൻ പോകുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ, അവിടെ നിന്ന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ബസ്സിന് കേരള പോകാനാണ് പ്ലാൻ. ബാക്കിയൊന്നും പ്ലാനില്ല. എല്ലായിടവും ഒന്ന് കാണണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് ചെറിയ ടെൻഷനും ഉണ്ട്. ഒരു ഐഡിയ ഇല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന്. ഈ 2 ദിവസം കൊണ്ട് കുറെയൊക്കെ ഡീറ്റെയിൽസ് നോക്കിയിരുന്നു കേരളത്തെക്കുറിച്ച്. ബാക്കിയൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ബാംഗ്ലൂർ എത്തി. ഒരു റൂം എടുത്ത് ഫ്രഷായി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി രണ്ടാൾ. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഒരു സമാധാനമായി. ഡാജു, എണീക്ക്. കിടന്നുറങ്ങാനാണോ നീ വന്നത്? കുറച്ചു നേരം കൂടി കിടക്കട്ടെ നച്ചു. നീ കിടന്നുറങ്ങിക്കോ, ഞാനിപ്പോ പോവും. എവിടേക്ക്? ഇവിടെയൊക്കെ ചുമ്മാ ഒന്ന് നടക്കാലോ. പൊന്നു മോളെ, ഇത് നിന്റെ സ്ഥലം പോലെ ഒന്നും അല്ല. അതെന്താ? നച്ചു, ലിസൺ, ഐ എം സീരിയസ്. ഇന്ത്യ ഈസ് നോട്ട് സേഫ് ഫോർ ഗേൾസ് ഫോർ ട്രാവലിംഗ് അലോൺ അറ്റ് നൈറ്റ്. ഐ ഡോണ്ട് നോ ഇറ്റ്സ് ട്രൂ ഓർ നോട്ട്, ബട്ട് ഐ കാൻ ടേക്ക് എ റിസ്ക്. ഞാനൊന്ന് ഫ്രഷ് ആയി വരാം. വെയിറ്റ് ചെയ്യ്, പുറത്തിറങ്ങല്ലേ. പെട്ടെന്ന് തന്നെ രണ്ടാളും ഇറങ്ങി ഹോട്ടൽ സ്റ്റാഫിനോട് പറഞ്ഞ് ടാക്സി അറേഞ്ച് ചെയ്ത് 1-2 സ്ഥലത്തൊക്കെ പോയി. നൈറ്റ് ആയതുകൊണ്ട് അജുവിന് നല്ല ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടങ്ങി. തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടത്. റൂം ബോയ് ഇറങ്ങി വരുന്നത് കണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ചെറുപ്പക്കാർ കള്ളും കുടിച്ച് ബഹളം ഉണ്ടാക്കുകയാണ്, ശ്രദ്ധിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞു. വേഗം റൂമിൽ കയറി വാതിലടച്ചു. വല്ലാത്ത തലവേദനയായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ വേഗം കിടന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ തലവേദന കൂടി വരികയാണ് ചെയ്തത്. ഡേ, ഞാൻ പോയി ടാബ്ലറ്റ് വാങ്ങി വരാം, അതാ നല്ലത്. അവൻ പോയപ്പോൾ ഡോർ ക്ലോസ് ചെയ്യാൻ പോയപ്പോഴാണ് കുറച്ച് പയ്യന്മാർ ഇങ്ങോട്ട് നോക്കുന്നത് കണ്ടത്. ഒരുമാതിരി വൃത്തികെട്ട നോട്ടം. ഞാൻ പെട്ടെന്ന് തന്നെ ഡോർ അടച്ച് റൂമിൽ വന്ന് കിടന്നു. ഡാ ശിവ, അപ്പുറത്തെ റൂമിൽ ഒരു കിടില ഐറ്റം. നിനക്കൊന്നും വേറെ പണിയില്ലേ? മിണ്ടാതെ കള്ളും കുടിച്ച് കിടക്കാൻ നോക്ക്. നിനക്ക് വേണ്ടേ വേണ്ട, ഞങ്ങളൊന്ന് പോയി മുട്ടി നോക്കാം. ദേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഫാമിലിയായി വന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഫാമിലി ഒന്നുമല്ല, ഒരു പെണ്ണും ചെക്കനും മാത്രം. ഡ്രസ്സിങ്ങും ആ പെണ്ണിന്റെ കോലം കണ്ടാലേ അറിയാം രണ്ടും വേറെന്തോ പരിപാടിയിലായിരുന്നെന്ന്. മിക്കവാറും അതിന്റെ എന്തെങ്കിലും വാങ്ങാൻ പോയതായിരിക്കും. ഇപ്പൊ ആ പെണ്ണ് ഒറ്റയ്ക്കേ ഉള്ളൂ, നല്ല ചാൻസ് ആണ്. ദേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ ഞാൻ ഇടപെടത്തില്ല, പറഞ്ഞേക്കാം. നിനക്ക് പിന്നെ ഇതിനൊന്നും താല്പര്യമില്ലല്ലോ? അതോ നിനക്കിനി വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്ത് പ്രോബ്ലം? അല്ല, നീ മറ്റേ ടൈപ്പ് വല്ലതും ആണോന്ന്? ദേ, ഒരുമാതിരി മറ്റേ വർത്താനം പറയരുത്. പിന്നല്ലാതെ നീ ഇന്ന് വരെ ഞങ്ങളോടൊപ്പം ട്രിപ്പിന് വന്നിട്ട് കള്ളും കുടിച്ച് കിടക്കും എന്നല്ലാതെ വേറെ എന്തിനേലും വന്നിട്ടുണ്ടോ? ആർക്കായാലും സംശയം തോന്നും. എനിക്കേ നിങ്ങളെയൊക്കെ പോലെ ആരെ കണ്ടാലും കാമം തോന്നില്ല. ഞാൻ താലി കെട്ടി എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യയോട് മാത്രമേ എനിക്കിതിനൊക്കെ തോന്നുള്ളൂ. അവളോട് മാത്രമേ ഞാൻ എന്റെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കുള്ളൂ. ഡാ, നീ ഇത് കുടിച്ചേ. എന്താ ഇത്? വിസ്കി അല്ലാതെ എന്ത്? മതി, ഇപ്പൊ തന്നെ ഓവറാണ്. ഇതുകൂടി കുടിച്ച് കിടക്കാൻ നോക്ക്. കുടിച്ചതോടെ ശരീരത്തിൽ മൊത്തം എന്തോ ഒരു എനർജി ആയിരുന്നു. നീ എന്താടാ ഇവന് കൊടുത്തേ? മൊത്തത്തിൽ ഒരു മാറ്റം. അതൊക്കെയുണ്ട്, അവന് വേണ്ടത് തന്നെയാ കൊടുത്തേ. ഇപ്പൊ കാണാ റിസൾട്ട്. നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പമാണ്? അവന് ബോധം വന്നാൽ എന്താ ഉണ്ടാകുന്ന അറിയാലോ. അതിന് നാളെ ഓർമ്മ ആണോ? എനിക്കാണോ അറിയുന്നത്? നീയൊക്കെ കൂടിയല്ലേ വേണ്ടാത്ത ഓരോ പണിക്ക് പോയിട്ട് അവനെ എങ്ങനെയും പിടിച്ച് കിടത്താൻ നോക്ക്. ഡാ വാ, ഇവിടെ നിനക്കൊക്കെ അല്ലേ ഞാൻ മറ്റേതാണോന്ന് സംശയം. ഇപ്പൊ തന്നെ തീർത്തു തരാം നിങ്ങളുടെയൊക്കെ എല്ലാ സംശയവും. നീ ഇവിടെ കിടക്കാൻ നോക്ക് ശിവ. അവന്മാർ കുടിച്ചിട്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും ഇത്രയും പറഞ്ഞല്ലേ, ഇനി തെളിയിച്ചേക്കാം. എവിടെയാ നീയൊക്കെ പറഞ്ഞ പെണ്ണ്? ഇതെല്ലാം കയ്യിന്ന് പോകുമെന്നാ തോന്നേ. ആടി ആടി വന്ന് റൂമിന്റെ മുമ്പിൽ നിന്നും വാതിലും മുട്ടി. അജുവാണെന്ന് കരുതി നച്ചു തുറന്നതോടെ ശിവ തള്ളി അകത്ത് കയറി ഡോർ അടച്ചു കുറ്റിയിട്ടിരുന്നു. ഒന്നിച്ചു വന്ന ഫ്രണ്ട്സൊക്കെ പുറത്ത് ഒരു നിമിഷം എന്ത് വേണമെന്നറിയാതെ നിന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഡോറിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി. ഇവിടെ അടുത്തൊന്നും ഒരു മെഡിക്കൽ ഷോപ്പും ഓപ്പൺ അല്ലല്ലോ. ഈ സമയം ആകുമ്പോഴേക്കും എല്ലാം ക്ലോസ്ഡ് ആയി. മനുഷ്യന്മാർക്ക് ഒരു അത്യാവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഹോട്ടൽ സ്റ്റാഫിനോട് മെഡിസിൻ അവൈലബിൾ ആണോ എന്ന് ചോദിക്കാമായിരുന്നു. നച്ചു ഒറ്റയ്ക്കായതുകൊണ്ട് ദൂരെ പോയി നോക്കാനും വയ്യ. തൽക്കാലം തിരിച്ചു പോവാം. അവൾക്കാണ് തീരെ വേദന സഹിക്കാനും വയ്യ. ഒരു നിമിഷത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെയുള്ള അവസ്ഥയിലായിരുന്നു നച്ചു. തലവേദന കൊണ്ട് കണ്ണുപോലും ശരിക്കും തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോഴാണ് തന്റെ മേൽ ചുറ്റിയിരിക്കുന്ന കൈകളെയും അതിന്റെ ഉടമയും കണ്ടത്. ഇയാൾ ഇത് ആരാണ്? ഹേയ്, ലീവ് മീ. ഹൂ ദ ഹെൽ ആർ യു? വാട്ട് ആർ യു ഡൂയിങ്? മിണ്ടരുത്. ഡോ, തന്നോടല്ലേ പറഞ്ഞേ എന്നെ വിടാൻ? താൻ ആരാ? എന്താ വേണ്ടത്? നിന്നോട് മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ബലമായി പിടിച്ച് കിടക്കയിലേക്ക് തള്ളുകയായിരുന്നു. വീഴ്ചയിൽ തലയാകെ ചുറ്റുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും എണീക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ശരീരത്തിലേക്ക് അയാൾ ബലമായി അമർന്നിരുന്നു. തള്ളി മാറ്റാൻ പോലുള്ള ആരോഗ്യമില്ലായിരുന്നു. അയാളുടെ ഇരു കൈകൾ കൊണ്ട് തന്റെ ഫേസ് ഉയർത്തി ചുണ്ടോട് ചുണ്ടു ചേർത്ത് ചുംബിക്കാൻ തുടങ്ങി.
അതോടെ ബലമായി കുതിറിക്കൊണ്ടിരുന്ന ഞാൻ പൂർണ്ണമായും തളർന്നു. തന്റെ ജീവിതവും ജീവനും എല്ലാം ഈ മുറിയിൽ ഇന്നത്തോടെ അവസാനിക്കും. പപ്പയും അമ്മയും ഒന്നും അവസാനമായൊന്നും കാണാൻ പോലും പറ്റാതെ ഇവിടെ മരിക്കാനാണോ എന്റെ വിധി? ഏത് സമയത്താണ് എനിക്ക് ഇവിടേക്ക് വരാൻ തോന്നിയത്? ഇല്ല, ഇവിടെ ഞാൻ തോറ്റാൽ പിന്നെ എനിക്കൊരു മടക്കം ഉണ്ടായില്ല. എല്ലാം അവസാനിച്ചു എന്ന തോന്നൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. അയാളുടെ പിടിയിൽ നിന്ന് കുതറി കൈ എത്തുന്നിടത്തെല്ലാം പരതി. എന്തോ തടഞ്ഞത് കണ്ട് നോക്കിയപ്പോൾ ബെഡ് ലാമ്പായിരുന്നു. ഒന്നും ആലോചിക്കാൻ സമയമില്ലായിരുന്നു. സർവ്വശക്തിയും എടുത്ത് അയാളുടെ തലയിൽ ആഞ്ഞൊരടിയായിരുന്നു. തല പൊട്ടി ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അയാൾ തന്റെ മേലുള്ള പിടി വിടാതെ വസ്ത്രങ്ങൾ വലിച്ചഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശക്തമായി വലിച്ചതിന്റെ ഫലമായി അവൾ ഇട്ടിരുന്ന സ്ലീവ്ലെസ് ടോപ്പിന്റെ മുൻഭാഗം മുഴുവനായി കീറിപ്പോയിരുന്നു. വെറും ഇന്നർ മാത്രമായി അവൾ കിടക്കെ അവന്റെ ശരീരത്തിന് കീഴിൽ കിടക്കുന്നത് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥത നൽകുന്നുണ്ടായിരുന്നു. വീണ്ടും കൈകൾ ഇന്നറി പിടിമുറുക്കി. തലയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം അയാളുടെ മുഖമാകെ മറച്ചൊലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിടിച്ചു വലിക്കുന്ന കൈകളുടെ ശക്തി കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അത് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ശക്തിയായി അയാൾ തള്ളിമാറ്റി ഓടിപ്പോയി വാതിൽ തുറന്നു. ദൂരെ നിന്നും അജു നടന്നു വരുന്നത് കാണുന്നുണ്ടായിരുന്നു. അജു, നച്ചു, എന്താ പറ്റിയത്? എന്നെ അയാൾ പെട്ടെന്ന് ബോധം മറിഞ്ഞ് അജുവിന്റെ കൈക്കുള്ളിലേക്ക് വീണു. നച്ചു, എണീക്ക്, എന്താ പറ്റിയത്? വാരിയെടുത്ത് റൂമിലെ ബെഡിലേക്ക് കിടത്താൻ നോക്കുമ്പോഴാണ് അജു റൂമിന്റെ അവസ്ഥ കാണുന്നത്. എല്ലാം വലിച്ചു വാരിയിട്ട് ബെഡിൽ മുഴുവൻ രക്തമായിരുന്നു. എന്നാൽ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നച്ചു ഇറങ്ങി ഓടിയപ്പോൾ തന്നെ കൂടെയുള്ളവർ അയാളെ കൊണ്ട് പോയിരിക്കുമെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞപ്പോൾ തന്നെ നച്ചു കണ്ണു പതിയെ തുറന്നു. എന്താ സംഭവിച്ചത്? നമുക്ക് ഇവിടെ നിന്ന് പോവാ അജു. അതിനു മുമ്പ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തത്? ഒന്നും വേണ്ട അജു, നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയാവുന്നു. നമുക്കിവിടെ വേണ്ട, ഇവിടെ ശരിയാകില്ല. ഓക്കെ, കൂൾ, പോവാ. നീ ഇവിടെ കിടക്കാൻ നോക്ക്, ഞാൻ റിസപ്ഷനിലൊന്ന് വിളിക്കട്ടെ. ഹലോ, ഇറ്റ്സ് ഫ്രം റൂം നമ്പർ 250. ഐ ഹാവ് ടു സീ യുവർ മാനേജർ ഇമ്മീഡിയറ്റ്ലി. സർ, വാട്ട് ഹാപ്പൻ? ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു ഇറ്റ്സ് വെരി അർജന്റ്. I only wait 5 minutes. Then I will call the police. Sir, don't do that. He will come. കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോറിൽ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടു. മാനേജറും കൂടെ വേറൊരു എംപ്ലോയി ഉണ്ടായിരുന്നു. അയാൾ അകത്ത് കയറിയ ഉടനെ റൂമിന്റെ അവസ്ഥ കണ്ട് ഷോക്കായി. എല്ലായിടവും നോക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹോട്ടലിന്റെ ഗുഡ്വില്ലിനെ ബാധിക്കും, കംപ്ലൈന്റ് കൊടുക്കരുത്, പകരം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവരുടെ തന്നെ സ്റ്റാഫ് വന്ന് എല്ലാം പാക്ക് ചെയ്തു. എത്രയും പെട്ടെന്ന് ഇന്ത്യ വിടണം, ഇല്ലെങ്കിൽ നച്ചു അടിച്ച ആൾക്ക് ബോധം വന്നാൽ അവർ ഉറപ്പായി അന്വേഷിച്ചു വരും. ഇത്രയും വലിയ ഹോട്ടലിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായി നിസ്സാരക്കാരായിരിക്കില്ല. വെറുതെ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. മാനേജറോട് ദുബായ്ക്ക് 2 ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു അന്വേഷണം വന്നാലും ഞങ്ങളിലേക്ക് എത്താനുള്ള ഒരു ലിങ്കും ഉണ്ടാവരുത് എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഹോട്ടലിന്റെ ഭാഗത്ത് നിന്നും ഡീറ്റെയിൽസ് പുറത്ത് എന്തായാലും പറയില്ല. അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും. പിന്നെയുള്ളത് ഇവിടെയുള്ള സ്റ്റാഫാണ്. ഞങ്ങളിപ്പോൾ ദുബായിക്ക് പോകുന്നതുകൊണ്ട് തന്നെ അവിടെ വരെ അന്വേഷണം എത്തും. ബാക്കി അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. ഇപ്പൊ ഇവിടെ വിടുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. നച്ചുവിനെ ആദ്യം സേഫായി അവിടെ എത്തിക്കണം. ബാക്കി എന്ത് വേണമെങ്കിലും പിന്നീട് ആലോചിച്ച് ചെയ്യാം. ഹോട്ടൽ സ്റ്റാഫ് തന്നെ ടാക്സി അറേഞ്ച് ചെയ്തു. അതിൽ എയർപോർട്ട് എത്തി. ഫ്ലൈറ്റിന് ടൈമായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞ് ദുബായിലെത്തി. ഉടൻ തന്നെ ഓസ്ട്രേലിയ പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ നച്ചുവിന്റെ ഈ അവസ്ഥയിൽ അവളെ കൊണ്ട് പോവാൻ പറ്റില്ല. അവർക്കൊക്കെ കാര്യം മനസ്സിലാകും. അവളൊന്നും ഓക്കെ ആയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നീടുള്ള ദിവസങ്ങൾ നച്ചുവിനെ ബെറ്റർ ആക്കാനായിരുന്നു അജു ശ്രമിച്ചത്. ആദ്യത്തെ 2 ദിവസം ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും തയ്യാറാകാതിരുന്ന അവൾ 3-ാം ദിവസം മുതൽ മാറി തുടങ്ങി. ആരെങ്കിലും ചെയ്ത തെറ്റിന് ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, അല്ലേ അജു? എന്നാലും എന്നോട് എന്തിനാ അങ്ങനെ അയാൾ? ഞാൻ കാണുന്ന പോലും ആദ്യമായിട്ടാണ്. നിനക്ക് അയാളെ ഇനി കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ മരിക്കുന്നത് വരെ അയാളെ മറക്കില്ല. പോട്ടെ, വിട്ടേക്ക്. നമുക്കതൊക്കെ മറന്ന് കുറച്ച് ദിവസം കൂടി ഇവിടെ അടിച്ചു പൊളിച്ച് തിരിച്ചു പോവാം. ഇവിടെ നിന്ന് തിരിച്ച് എന്റെ കൂടെ വരുന്നത് ഇങ്ങോട്ട് വന്ന നക്ഷത്രനന്ദൻ തന്നെയായിരിക്കണം. ഐ എം ഓക്കെ അജു. ആ ഒരു സാഹചര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമല്ലേ നടന്നേ. അതാ ഒന്ന് ഷോക്കായത്. പപ്പ പറഞ്ഞത് ശരിയാ അല്ലേ? അവിടുത്തെ ആൾക്കാരെ സ്വഭാവത്തെ ഒന്നും നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടെ നാട് മതി, അല്ലേ അജു? അയാൾ മരിച്ചു കാണുമോ അജു? ഞാൻ ആ സമയത്ത് എന്താ ചെയ്തതെന്ന് എനിക്ക് ശരിക്കും ഓർമ്മ പോലും ഇല്ല. നല്ല രീതിയിൽ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ ബോധം പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ. അല്ലേൽ അയാൾ എന്നെ വിട്ടുകളഞ്ഞേക്കുന്ന അച്ചു. നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നില്ല. എന്തോ ഒരു ടെൻഷൻ. അയാൾക്ക് ബോധം വന്നാൽ ഉറപ്പായി അന്വേഷിക്കും. ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടില്ലേ? അതൊന്നുമില്ല. അതിനുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. നീ എന്ത് ചെയ്തെന്നാ പറയുന്നത്? ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹോട്ടൽ മാനേജർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് സമ്മതിച്ചു. എന്നിട്ട് ഞാൻ അന്നത്തെ CCTV ഫുള്ളായിട്ട് പെർമനന്റ്ലി കളഞ്ഞു. നിനക്കറിയാലോ, എനിക്ക് ഈ വക കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ പഠിച്ചത്. ഐ ജസ്റ്റ് യൂസ് മൈ ടാലന്റ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് വർക്ക്ഡ് വെൽ.
ഐ എം 100% ഷുവർ നോ വൺ ക്യാൻ നെവർ റിട്രീവ് ഇറ്റ്. പിന്നെ അവരുടെ റെക്കോർഡ്സിലുള്ള നമ്മുടെ ഡീറ്റെയിൽസും കളഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഉള്ളത് നമ്മളെ അവരൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അങ്ങനെ അന്വേഷിച്ചു വരുന്നെങ്കിൽ അന്വേഷിച്ചു വരട്ടെ, അപ്പോൾ നോക്കാം. ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റൽ. തലയ്ക്ക് നല്ല വേദന തോന്നിയാണ് ശിവ മെല്ലെ കണ്ണു തുറന്നത്. കുറെ നേരത്തേക്ക് എന്താ തനിക്ക് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഫ്രണ്ട്സിന്റെ കൂടെ ഹോട്ടലിൽ നിന്ന് കുടിച്ചതും അവരോട് എന്തൊക്കെയോ പറഞ്ഞ് തർക്കിച്ചതും വരെ ഓർമ്മയുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചത്? തലയ്ക്ക് മുറിവ് എങ്ങനെയാ വന്നത്? ഇനി കുടിച്ച് എവിടെയെങ്കിലും വീണതായിരിക്കുമോ? ചുറ്റും കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കി. വേറെ കുറെ കർട്ടനിട്ട് മറച്ച ബെഡുകൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു നഴ്സ് അടുത്തേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് നോക്കി അവർ ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡോക്ടേഴ്സും നഴ്സും ഒക്കെ വന്നു. ശിവദേവ്, ഇപ്പൊ എങ്ങനെയുണ്ട്? തലയ്ക്ക് വേദനയുണ്ട്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? യെസ് ഡോക്ടർ, ഐ എം ഓക്കെ. ഇന്നത്തേക്ക് 3 ദിവസമായി തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇടയ്ക്ക് ബോധം വന്നും പോയി ഇരുന്നത് കൊണ്ടാണ് ഐസിയുവിൽ തന്നെ കിടത്തിയത്. ശരിക്കും തനിക്ക് എന്താ പറ്റിയത് എന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഡോക്ടർ, ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചതും സംസാരിച്ചതും ഒക്കെ ഓർമ്മയുണ്ട്. പിന്നെ എന്തോ തെളിച്ചമില്ലാത്ത പോലെ. തന്നെ ഇവിടെ കൊണ്ടുവന്ന ഫ്രണ്ട്സ് പറഞ്ഞത് ബാത്റൂമിൽ തെന്നി വീണെന്നാണ്. പക്ഷെ എനിക്ക് ഈ മുറിവ് കണ്ടിട്ട് അങ്ങനെ തോന്നില്ല. അതൊന്ന് കൺഫേം ചെയ്യാമെന്ന് കരുതിയാണ് തന്നോട് ചോദിച്ചത്. ഈ മുറിവ് എങ്ങനെ വന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്? ശക്തിയായി എന്തോ കൊണ്ട് അടിച്ചതാണ്. പിന്നെ നെറ്റി മുതലാണ് മുറിവുള്ളത്. സോ തന്റെ ഫ്രണ്ട്സ് പറഞ്ഞതുപോലെ തെന്നി വീണതാണെങ്കിൽ പൊതുവെ ബാക്ക് ഭാഗമാണ് മുറിവുണ്ടാകാൻ ചാൻസ്. പിന്നെ തന്റെ മുഖത്ത് ചെറുതായി ആരോ മാന്തിയതുപോലെയുണ്ട്. കഴുത്തിലൊക്കെ അതിന്റെ അടയാളം കാണാം. തനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ വെള്ളമായിരുന്നെങ്കിൽ തനിക്ക് മനസ്സിലായേനെ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നും. എന്തേ ഡോക്ടർ? ഇതുപോലെ പൊതുവെ കാണുന്നത് പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ്. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ക്ലിയർ ആയിട്ട് പറ. എനിക്കൊന്നും ശരിക്കും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. തന്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അത് ഡ്രഗ്സിന്റെ അംശം ഉണ്ടായിരുന്നു. അതിനൊരു ചാൻസും ഇല്ല ഡോക്ടർ. ഞാൻ കുടിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ സിഗരറ്റ് വലിക്കാറുണ്ട്. പക്ഷെ ഡ്രഗ്സ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ടാണ്. തനിക്ക് വിശ്വാസമില്ലെങ്കിൽ റിപ്പോർട്ട്സ് നോക്കാമല്ലോ. എന്ത് ഡ്രഗ്സ് ആണെന്ന് അറിയാൻ പറ്റുമോ? ഞാൻ തന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ തന്റെ ദേഹത്ത് കണ്ട പാടുകളൊക്കെ. തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് സെക്സ് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഡ്രഗ്സിന്റെ കണ്ടന്റ് ആണ്. ഈ ഒരു സംശയം തന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നാ അവര് പറഞ്ഞത്. ഇതൊക്കെ എന്റെ ഒരു സംശയം കുറെ രോഗികളെ കണ്ടതിന്റെ പരിചയം കൊണ്ട് പറഞ്ഞതാണ്. എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ബട്ട് ബ്ലഡ് റിസൾട്ട് അത് 100% സത്യമാണ്. ഓക്കെ ഡോക്ടർ, താങ്ക്സ് ഇതൊക്കെ പറഞ്ഞതിന്. അതൊന്നും പ്രോബ്ലം ഇല്ലടോ. ഞാൻ എന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം എന്ന് കരുതി ചോദിച്ചതാ. തനിക്ക് ബോധം വന്ന സ്ഥിതിക്ക് റൂമിലേക്ക് മാറ്റാം. പിന്നെ തന്റെ ഫ്രണ്ട്സിനോട് ഒന്നുകൂടി ചോദിച്ചു നോക്കൂ. ഐ എം ഷുവർ ദേ വർ ഹൈഡിങ് സംതിങ്. റൂമിൽ കൊണ്ടുവന്നിട്ട് ശിവ ഡോക്ടർ പറഞ്ഞതിനെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. എത്രയൊക്കെ കുടിച്ചാലും ഇങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഡോക്ടർ പറഞ്ഞതൊക്കെ എന്തായാലും വെറും സംശയമാവില്ല. ബ്ലഡ് റിസൾട്ട് തെറ്റാവാൻ ഒരു ചാൻസും ഇല്ല. അവന്മാർ എന്തിനായിരിക്കും കള്ളം പറയുന്നത്? ഇനി ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ മതിയാകും. ആരോട് ചോദിച്ചാൽ സത്യം അറിയാൻ പറ്റും? നിങ്ങളൊക്കെ എവിടെ പോയതാ? ഞാൻ കുറെ സമയമായല്ലോ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ തുടങ്ങിയിട്ട്. ഒറ്റ ഒരുത്തനെ ഇവിടെ കണ്ടില്ലല്ലോ. ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു. ഐസിയുവിൽ ആരെയും കയറ്റില്ലല്ലോ, അതാ. എന്നിട്ട് എന്നെ റൂമിലാക്കി അവര് പോയിട്ടും നിങ്ങളെ ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അതിനുള്ളിൽ റൂമിലേക്ക് മാറ്റുമെന്ന് അറിഞ്ഞില്ല, അതുകൊണ്ടാണ്. നിനക്കിപ്പോ എങ്ങനെയുണ്ട് ശിവ? വലിയ കുഴപ്പമില്ല, പക്ഷെ തലയ്ക്ക് നല്ല വേദനയുണ്ട്. എന്നാലും എനിക്ക് എന്താ പറ്റിയതെന്ന് ഒരു ഓർമ്മയും വരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ തെന്നി വീണതാണെന്ന് പറഞ്ഞതെന്ന്. അതെ, അങ്ങനെ തന്നെയല്ലേ നടന്നത്. നമ്മൾ കുടിച്ചിട്ട് എന്തിനാ വഴക്കിട്ടത്? ആര് വഴക്കിടാൻ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങളേതോ പെണ്ണിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. പെണ്ണോ? എന്തേ, പെണ്ണെന്ന് കേട്ടിട്ടില്ലേ? നിനക്കിത് എന്ത് പറ്റി ശിവ? തലയ്ക്ക് അടികിട്ടി ഉള്ള ബോധം പോയോ? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കറിയാം ഞാൻ വീണതല്ലെന്ന്. ആ ഡോക്ടർ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്ത് പറയാൻ? പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്റെ ഓർമ്മയിൽ അവസാനമുള്ളത് നിങ്ങൾ തൊട്ടടുത്ത മുറിയിലുള്ള ഒരു പെണ്ണിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞതാണ്. ആ, അതാണോ? അവിടെ ഒരു പെണ്ണും ചെക്കനും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഇനി അതല്ലെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കുറച്ച് കിടക്കട്ടെ, തല നല്ല വേദനയുണ്ട്. നീ എന്നാ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പുറത്തുണ്ടാകും. എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സത്യങ്ങൾ ശിവ അറിഞ്ഞ എന്താ നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവനെ ചതിച്ചു എന്നറിഞ്ഞാൽ കൊല്ലാൻ പോലും മടിക്കില്ല. അറിയാലോ, ദേഷ്യം വന്നാൽ ആർക്കും തടയാൻ പോലും പറ്റില്ല. അതിന് നമ്മൾ പറഞ്ഞാലല്ലാതെ ആർക്കും സത്യം അറിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവൻ എന്തോ സംശയം ഉണ്ടെന്നാണ്. അല്ലാതെ അവൻ ഇങ്ങനെയൊന്നും ചോദിക്കില്ല. ആ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമോ? അയാൾക്ക് നമ്മൾ പറഞ്ഞത് ഒന്നും ഫുള്ളായിട്ട് വിശ്വാസമൊന്നും ആയിട്ടില്ല. ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ,
വേണ്ടാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇനി പറഞ്ഞിട്ടെന്താ, സംഭവിച്ചു പോയില്ലേ, അത് വിട്ടേക്ക്. അങ്ങനെ വിടാൻ പറ്റുമെന്നൊന്നും തോന്നില്ല. അതെന്താ? ആ പെണ്ണിന് എന്താ പറ്റിയതെന്നൊന്നും അറിയില്ല. പരാതി കൊടുത്താൽ ഉറപ്പായ അന്വേഷണം വരും. ലോക്കൽ ഹോട്ടലൊന്നും അല്ല, ഫുൾ CCTV ഒക്കെ എന്തായാലും ഉണ്ടാവും. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഓൾറെഡി റൂം ബുക്ക് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നില്ല ആ പെണ്ണ് പരാതി ഒന്നും കൊടുക്കുമെന്ന്. എന്തേ അങ്ങനെ തോന്നാൻ? അതിന്റെ ഡ്രസ്സിങ്ങും ആ സമയത്ത് ലുക്കും ഒക്കെ കണ്ടാലേ അറിയാം ശരിയല്ലെന്ന്. നിന്നെയൊക്കെ ഞാനൊന്നും പറയുന്നില്ല. വേഷം നോക്കിയൊന്നും ഒരാളെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂരൊക്കെ. പണ്ടൊരിക്കൽ നീയൊക്കെ കൂടി ഒരുത്തെ വേഷം നോക്കി വിലയിരുത്തിട്ട് എന്താ നടന്നേ എന്ന് മറന്നിട്ടില്ലല്ലോ. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ശിവയുടെ അച്ഛനാണ് എല്ലാം സോൾവ് ആക്കിയത്. എന്നിട്ടോ അതിന്റെ പേരിൽ അച്ഛനെയും മോനെയും നമ്മൾ തെറ്റിച്ചു. അങ്കിളിന്റെ അന്നത്തെ സംഭവത്തിന്റെ സത്യമെല്ലാം അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും വേണ്ടെന്ന് വെക്കാൻ അവനോട് പറഞ്ഞത്. അവന് നമ്മുടെ മേലുള്ള വിശ്വാസം കൊണ്ടും നിങ്ങളൊക്കെ പറഞ്ഞ കള്ളങ്ങൾ വിശ്വസിച്ചത് കൊണ്ടുമാണ് അവൻ അവന്റെ അച്ഛനുമായി വഴക്കിട്ടത്. ഇതൊക്കെ അവൻ എന്തെങ്കിലും അറിഞ്ഞ എല്ലാത്തിന്റെ അവസാനമായിരിക്കും. നിന്റെ വർത്തമാനം കേട്ടാ തോന്നുമല്ലോ അജു നീ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഞാൻ എന്താ ചെയ്തത് അതുകൂടി പറ. ഞാൻ ആകെ ചെയ്ത തെറ്റ്, നിങ്ങൾ ചെയ്ത തെറ്റ് അറിഞ്ഞിട്ടും അവനോട് പറയാതിരുന്നത് മാത്രമാണ്. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാൻ നല്ലവനൊന്നുമല്ല, പക്ഷെ നിങ്ങളെപ്പോലെ കാണുന്ന എല്ലാ സ്ത്രീകളെയും മോശമായിട്ട് നോക്കുകയോ ചാൻസ് കിട്ടിയാൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല. സത്യങ്ങൾ എന്തായാലും ശിവ അറിയും. അതിനുശേഷം അവൻ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. നമുക്ക് വേണ്ടിയാണ് അവൻ അച്ഛനോട് പോലും പിണങ്ങിയത്. അതൊക്കെ ഓർമ്മയുണ്ടായി നിനക്കൊക്കെ കൊള്ളാം. ഈ ഒരു പ്രശ്നത്തോടെ എനിക്ക് ഉറപ്പായി നിങ്ങൾക്ക് എന്തായാലും മാറാൻ പോകുന്നില്ലെന്ന്. സോ ഞാൻ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു. എനിക്ക് വയ്യ ഇനി നിങ്ങളുടെ വൃത്തികേടുകൾക്ക് കൂട്ടു നിൽക്കാൻ. ഞാനായിട്ട് അവനോട് എന്തായാലും ഒന്നും പറയില്ല, അത് ഞാൻ ഉറപ്പു തരാം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ പേടി കൊണ്ടോ അല്ല, എല്ലാം അറിഞ്ഞ് അവൻ നിങ്ങളെയൊക്കെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് മാത്രമാണ്.